നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന PF പെൻഷൻ നൽകുന്ന നടപടികൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ പെൻഷൻ വിതരണം വീണ്ടും വൈകുമെന്നുറപ്പായി. പെൻഷനിൽ വൻ കുറവ് വരുത്തുന്ന ആനുപാതിക വ്യവസ്ഥ ഉയർന്ന പെൻഷൻ പദ്ധതിയിലും നടപ്പാക്കിയതിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധമാണ് നടപടി നിർത്തിവെക്കാൻ കാരണമെന്ന് സൂചനയുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. PF ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. വേതനത്തിന് ആനുപാതികമായ പെൻഷൻ നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ EPFOയുടെ നിഷേധാത്മക നിലപാട് മൂലം കടമെടുത്ത് വിഹിതമടച്ചവരടക്കം 10,000-കണക്കിന് PF പെൻഷൻകാർ ആശങ്കയിൽ. 2014 മുൻപ് സർവീസിൽ ഉണ്ടായിരുന്നവർ വിവിധ കോടതി വിധികളിലൂടെ നേടിയെടുത്ത ഹയർ ഓപ്ഷൻ പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്നതിനാണ് EPFO മുൻഗണന നൽകിയതെന്ന് പെൻഷൻ സംഘടനകൾ ആരോപിച്ചു. ഹയർ പെൻഷൻ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ആവശ്യത്തിന് സ്റ്റാഫില്ലെന്ന് പറയുന്ന EPFOയിൽ കോടതി നിർദ്ദേശം ഇല്ലാതിരുന്നിട്ടും പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്നതിന് ആവശ്യം പോലെ ജീവനക്കാരുണ്ട്. വലിയ പലിശയ്ക്ക് വായ്പയെടുത്ത കോടിക്കണക്കിന് രൂപയാണ് ഹയർ പെൻഷന് വേണ്ടി പെൻഷൻകാരിൽ നിന്നടക്കം EPFO വാങ്ങിവെച്ചിട്ടുള്ളത്. പെൻഷൻ വൈകുന്നതും കുടിശ്ശികക്ക് പലിശ നൽകാത്തതും പെൻഷൻകാർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു. വർഷാവർഷം ഫണ്ടിൽ ലഭിക്കുന്ന പലിശയുടെ 1/3 പോലും 76 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണത്തിനായി ചിലവഴിക്കുന്നുമില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് സുപ്രീം കോടതി ഉത്തരവും അട്ടിമറിക്കുന്നത്. 23 ലക്ഷം പേർക്ക് പ്രതിമാസം 1000 രൂപ പോലും തികച്ചു കിട്ടുന്നില്ല. വിഷയത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതൃത്വവും അടിയന്തരമായി ഇടപെടണമെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും ഇതുമായി ബന്ധപ്പെട്ട യോഗം 30ലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പെൻഷൻ ഉറപ്പാക്കുന്നതിൽ വരുത്തുന്ന കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.